ഒരിക്കൽ ഒരു അധ്യാപകൻ സ്കൂളിലേക്ക് കടന്നു വന്നു. സാധാരണഗതിയിൽ കുട്ടികൾ അധ്യാപകനെ കാണുമ്പോൾ എടുക്കാറുള്ള പാഠഭാഗങ്ങൾ എടുത്ത് പഠനത്തിന് തയ്യാറാകുമ്പോൾ അധ്യാപകൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്കൊരു എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠനത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളാകെ അമ്പരന്നു. എന്താണെന്ന് അധ്യാപകൻ സാധാരണ പറയാറുള്ളത് പോലെ ഒരു പരീക്ഷയെക്കുറിച്ച് അധ്യാപകൻ പറഞ്ഞിരുന്നില്ല. കുട്ടികളാകെ അമ്പരന്നു. അപ്പോൾ അധ്യാപകൻ അതിനിടയ്ക്ക് ഒരു വൈറ്റ് പേപ്പർ എടുത്ത് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. കുട്ടികൾ ആകെ അമ്പരന്നു. ഒരു വൈറ്റ് പേപ്പർ മാത്രമാണ് കുട്ടികൾ കാണുന്നത്. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, നിങ്ങൾ ഇതിലേക്ക് സൂക്ഷിച്ച് നോക്കൂ. അപ്പോൾ കുട്ടികൾ നോക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ ഡോട്ട് കാണുന്നുണ്ട്, ഒരു പുള്ളി. അപ്പോൾ നിങ്ങൾ ഈ പേപ്പറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നോക്കിയാണ് നിങ്ങൾ എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളെല്ലാം എഴുത്തിന് തയ്യാറായി എഴുതാൻ തുടങ്ങി. എഴുതി കഴിഞ്ഞപ്പോൾ അധ്യാപകൻ ഈ പേപ്പറുകൾ തിരിച്ചു വാങ്ങി എല്ലാം വായിച്ചു. അതിനകത്ത് കൂടുതലും കുട്ടികൾ, കൂടുതൽ എന്നല്ല 100% കുട്ടികളും എഴുതിയിരിക്കുന്നത് അധ്യാപകൻ ആ വെള്ള പേപ്പറിൻ്റെ നടുക്ക് ഇട്ടിരുന്ന ആ ഡോട്ടിനെ കുറിച്ചാണ്, ആ പുള്ളിയെക്കുറിച്ചാണ്. ഒത്ത നടുക്കാണ്, അത് എല്ലാവരും ശ്രദ്ധിക്കും, എല്ലാവരും കാണുന്ന രീതിയിലാണ് അതുള്ളത്. അങ്ങനെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ കുട്ടികൾ അതിനെക്കുറിച്ച്, അതിൻ്റെ ഏത് സൈഡിലാണ് വരുന്നത്, ഏത് മൂലയിലാണ് വരുന്നതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി കുട്ടികൾ എഴുതി. അപ്പോൾ അധ്യാപകൻ ഇത് വായിച്ചതിനു ശേഷം കുട്ടികളായി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തന്നത് ഒരു വെള്ള പേപ്പറാണ് തന്നത്, ഇതിൽ കാണുന്നത് എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും എഴുതിയത് ഇതിൽ കണ്ട ഈ കറുത്ത ഡോട്ടിനെ കുറിച്ചാണ്, മറിച്ച് നിങ്ങൾ അതിൽ കണ്ട വെള്ള കളറിനെ കുറിച്ച് നിങ്ങൾ എഴുതിയില്ല. ഇതേപോലെയാണ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരുപാട് കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ വളരെ പെട്ടെന്ന് ജനങ്ങൾ കണ്ടെത്തുകയും അത് പ്രചരിപ്പിക്കുകയും അതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യും. ഇതാണ് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നടക്കാറുള്ളത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതും, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ, നമ്മുടെ കൂട്ടുകാരുടെ, സഹപ്രവർത്തകരുടെ, നമ്മുടെ കുടുംബത്തിൻ്റെ, അത് ഏത് മേഖലയിൽപ്പെട്ടവരെ ആണെങ്കിലും അവരവരുടെ നല്ല കാര്യങ്ങൾ കൂടി നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ കളറായി മാറും, കൂടുതൽ സുന്ദരമായി മാറും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.